നമസ്കാരം. നമസ്കാരം. 2019 ആദ്യമായിട്ട് മോദി, 2014 മോദി ഭരണത്തിലേർന്നു. അന്ന് വരെ മോദി ഒരാൾക്ക് പോലും തിരുത്താൻ സാധിച്ചിരുന്നില്ല സത്യാവസ്ഥ. പക്ഷെ ആദ്യമായി മോദി ഒരു യൂ ടേൺ അടിച്ച സംഭവം 2019 കർഷകരുടെ മുമ്പിലാണ്. കർഷക സമരം വലിയ തരത്തിലുള്ള കത്തിൽ കത്തുന്നു. അവർ കൃത്യമായ പ്ലാനോട് കൂടി ആദ്യത്തെ 3 മാസം കുറച്ച് ആൾക്കാർ വരുന്നു. അതിനുശേഷം ഇവർ ഷിഫ്റ്റ് ആകുമ്പോൾ അടുത്ത ഷിഫ്റ്റ് വരുന്നു. അപ്പോൾ വെൽ പ്ലാനോട് കൂടി അവർക്ക് വേണ്ട കുക്കിങ്ങും എക്യുപ്മെന്റ്സും ബാത്റൂമും എല്ലാവിധ സൗകര്യത്തോടു കൂടിയാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അതിനുശേഷമാണ് മോദി അമ്പരപ്പിച്ചുകൊണ്ട് കർഷക സമരം മുമ്പോട്ട് പോകുന്നത്. അവസാനം മോദി നിവൃത്തിയില്ലാണ്ട് ചരിത്രത്തിൽ ആദ്യമായി മോദി അടിച്ച യൂ ടേൺ അതായിരുന്നു. അന്നേ വരെ 2014 മുതൽ 19 വരെ മോദി ഒരൊറ്റ യൂ ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മോദിയെ കൊണ്ട് ആദ്യമായിട്ട് യൂ ടേൺ അടിപ്പിച്ചത് കർഷകരാണ്. അപ്പൊ ഈ കർഷക സമരമാണ് BJP മോദി ഒന്ന് പേടിച്ച് അല്ലെങ്കിൽ വിറച്ച് ഇതാക്കിയത്. പക്ഷെ ഇപ്പോൾ കാലം കഴിഞ്ഞ് 2026 എത്തുമ്പോൾ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നീറ്റ് UGC CUET എക്സാമുമായി ബന്ധപ്പെട്ട പലതരത്തിൽ നീറ്റ് മാത്രം ഏകദേശം 8 തവണ പേപ്പർ ചോർന്നു പോകുന്നു. എക്സാം നടക്കുമ്പോൾ തന്നെ ആ എക്സാമിന്റെ പേപ്പറുകൾ പല ഈ ട്യൂഷൻ സെന്റേഴ്സിന് മുൻകൂട്ടി കിട്ടുന്നു. അതും പല നേതാക്കന്മാരും BJPയോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇത്തരത്തിൽ വലിയ പ്രതിരോധങ്ങളും അതുപോലെ തന്നെ കുറ്റങ്ങളൊക്കെ BJPക്കെതിരെ വരുന്നു. പക്ഷെ BJP അപ്പോഴെല്ലാം മൗനം പാലിക്കുന്ന ഒരു സമ്പ്രദായം കാലങ്ങളായിട്ട് സാധനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം CSIR നെറ്റ് അടക്കം പലവട്ടം റദ്ദാക്കപ്പെട്ടു. ഈ ചോദ്യപേപ്പറിൽ പലവട്ടം മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഈ സിലബസുമായിട്ട് ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പം ഇത്തരത്തിൽ നീറ്റാണതിൽ വലിയ തരത്തിൽ പ്രശ്നത്തിലൂടെ പോയത്. കാരണം ഈ പറഞ്ഞ പോലെ മെഡിക്കൽ വിഭാഗത്തോട്ടോ അല്ലെങ്കിൽ MBBS നേഴ്സൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നീറ്റിന്റെ മാർക്ക് അനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഇത് വലിയ തരത്തിലുള്ള പ്രശ്നമാകുന്നു. പല സംസ്ഥാനത്തും കുട്ടികൾ രാജ്യത്തിൽ ആത്മഹത്യ വരെ ചെയ്യുന്നു. ഇതെല്ലാം ആകുമ്പോഴും അപ്പോഴും കോൺഗ്രസിന്റെ ഒരു മൗനം അവിടെ ഉണ്ടായിരുന്നു. കാരണം ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടി പോകുന്നു, സമാജ്വാദി പാർട്ടി പോകുന്നു, തൃണമൂൽ കോൺഗ്രസ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇവരെല്ലാം ഉണ്ടെങ്കിലും ഇന്നേ വരെ കോൺഗ്രസ് പോയിട്ടുണ്ടല്ലോ. പക്ഷെ ഇന്നലെ രാഹുൽ ഗാന്ധി ആ സമരം ഏറ്റെടുക്കുന്നു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഇരുന്ന് സമരം ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് ബൂട്ടിട്ട് ചവിട്ടി വലിച്ച് അയച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ വലിയ തരത്തിലുള്ള ന്യൂസുകൾ കാണുന്നു. രാഹുൽ ഗാന്ധിയുടെ ഒരു ഷൂസ് പോകുന്നു. രാഹുൽ ഗാന്ധിയെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല അതിൽ VD സതീശൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, VD സതീശനെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ ഇന്നലെ തലസ്ഥാന നഗരം വലിയ തരത്തിൽ പ്രക്ഷുബ്ധമായ ദിവസം കൂടിയായിരുന്നു. അതിനൊപ്പം തന്നെ ഇപ്പോൾ കർഷകരും ഈ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യമായിട്ട് അവരും രംഗത്തിറങ്ങുന്നു. അവരും അന്ന് 2019 പോലെ അവരും രംഗത്തിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ തരത്തിലോട്ടുള്ള സമരത്തിലോട്ട് പോകുന്നു. മാത്രമല്ല കോൺഗ്രസ് ഇന്നേ പോലെ ഇപ്പൊ അടുത്തതൊന്നും കോൺഗ്രസിന്റെ ഒരു സക്സസ്ഫുൾ ആയ ഒരു സാധനം അല്ലെങ്കിൽ ഒരു സ്റ്റോറി മുഖ്യധാര മാധ്യമങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ കോൺഗ്രസ് കൂടി രംഗത്തിറങ്ങിയത് കൂടി ഇത് വലിയ തരത്തിലുള്ള ചർച്ചകളാകുന്നു. കർഷകർ ഒരു ഭാഗത്ത് വരുന്നു, വിദ്യാർത്ഥികൾ വരുന്നു, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുന്നു. BJPക്ക് ഇതിലുള്ള സാധനം ഇന്ത്യ മൊത്തം കത്തിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ, മെയിൻ സ്ട്രീം ചാനലുകൾ, ഒരു പക്ഷേ നാഷണൽ മീഡിയാസ് ഒന്നും അത് കവർ ചെയ്യുന്നില്ല. പക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളായ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കും സോഷ്യലും ട്വിറ്ററും പല X പോലത്തെ പല സോഷ്യൽ മീഡിയ സാധനം വല്ലാണ്ട് കയറി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസിന് വിജയം, ഈ ഒരു സമരം ഏറ്റെടുക്കാൻ പറ്റുമോ? അതല്ല കോൺഗ്രസ് തട്ടിക്കൂട്ട് സമരത്തിന് മാത്രമായിട്ട് ഇറങ്ങിയതാണോ? ഈ സാധനത്തിൽ ഇപ്പൊ അവർ പറയുന്ന സാധനം അനുസരിച്ചും കണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളോടുള്ള ചർച്ചയ്ക്ക് അവർ തയ്യാറാണ് എന്നുള്ള സാധനമാണ് അവര് ചർച്ചയ്ക്ക് അവർ സമ്മതമാണെന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞു. ഔദ്യോഗികമായിട്ട് അവർ പറഞ്ഞു. ഇന്നലെ സോനം വാങ്ചുകിനെ പോയിട്ട് നേരിട്ട് പോയി കാണുന്നു. ഇക്കാര്യമായിട്ട് അവരെ ബന്ധപ്പെട്ട് തയ്യാറാണെന്ന് പറയുന്നു. മാത്രമല്ല പാർലമെന്റിൽ ഇന്നലെ പറഞ്ഞത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഈ ധർമ്മേന്ദ്ര പ്രധാന രാജി മാത്രം അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അതിനിടയിൽ ഇന്ന് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു പോസ്റ്റ് വന്നുകൂടും. രാഹുൽ ഗാന്ധി രാഷ്ട്രീയം കുട്ടികളെ വെച്ചിങ്ങാണ്ട് രാഷ്ട്രീയം കളിക്കാൻ നോക്കുകയാണ്. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കളിയാണ് രാഹുൽ ഗാന്ധി കളിക്കുന്നത്. ഇതിലൊന്നും ഇന്ത്യൻ ജനത വീഴില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. സാർ എങ്ങനെയാണ് ഈ സാധനത്തെ കാണുന്നത്? അത് പറയാനൊന്നും ഇപ്പം ലാസ്റ്റ് പറഞ്ഞത് രാഹുൽ ഗാന്ധി കുട്ടികളെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നെങ്കിൽ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയൊക്കെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നതിനേക്കാൾ നല്ലതാണ് മനുഷ്യരെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസം വെച്ച് കളിക്കുന്നത്, വിശ്വാസം വെച്ച് അത്രയും പോയിട്ടില്ലല്ലോ ആയാലും. ബട്ട് അതിനേക്കാൾ കൂടുതൽ ഈ നമ്മുടെ സമരങ്ങളെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഭരണകൂടങ്ങൾക്കിടയിൽ നടന്ന സമരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട 77 ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യ കണ്ടതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡർ. അത് ശക്തി കൊണ്ടും രാഷ്ട്രീയ ശക്തി കൊണ്ടും ജനപിന്തുണ കൊണ്ടും ഇന്ത്യ മൊത്തം വ്യാപകമായ ജനപിന്തുണ കൊണ്ടും ഒന്നോ രണ്ടോ സ്റ്റേറ്റ് മാത്രമുള്ള പ്രാദേശികമല്ലാത്ത രീതിയിൽ ജയിച്ച് പിന്തുണ നേടിയ നേതാവ് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അത് മോഡി ഇപ്പോൾ പല കാര്യങ്ങളും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് പൗരസ്വാതന്ത്ര്യത്തെ കുറേശ്ശെ കുറയ്ക്കുന്നത് പോലെ ഇന്ദിരാഗാന്ധിക്ക് അധികാരത്തിൽ സുരക്ഷിതമായി തുടരാനുള്ള മാർഗം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പൗരാവകാശങ്ങൾ, സെൻസർഷിപ്പ് തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ മൊത്തം സംഘടിക്കാൻ തുടങ്ങി. പക്ഷെ മറിച്ച്
ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആലോചിക്കണം. ഇന്ദിരാഗാന്ധിയെ എതിർക്കുന്ന പ്രതിപക്ഷ നേതാക്കൾക്ക് ക്രെഡിബിലിറ്റി കുറവായിരുന്നു. ഇന്ത്യ മൊത്തം വ്യാപകമായി പിന്തുണയില്ലായിരുന്നു. ഉദാഹരണത്തിന് അന്നത്തെ ഏറ്റവും ടവറിംഗ് ലീഡർ എന്ന് പറയുന്ന ഒരാൾ മൊറാർജി ദേശായി ആയിരുന്നു ആദ്യഘട്ടത്തിൽ. അപ്പോൾ മൊറാർജി ദേശായി ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ ചെന്നാൽ 10,000 പേര് പോലും വരണമെന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ചരൺ സിംഗിൻ്റെ കാര്യം. അങ്ങനെ ഓരോ നേതാക്കൾ, സജീവ് റെഡ്ഡിയുടെ കാര്യം. പിന്നെ അപ്പോൾ ആ സമയത്താണ് ഇന്ദിരാഗാന്ധിക്കെതിരെ കോൺഗ്രസിൽ നിന്നും കൂടെ റിവോൾട്ട് വരികയാണ്. കോൺഗ്രസിൽ നിന്ന് റിവോൾട്ട് വരുമ്പോൾ ചന്ദ്രശേഖർ മോഹൻദാരി ഉൾപ്പെടെ ആൾക്കാരുടെ റിവോൾട്ടിന് വരും. വീണ്ടും രണ്ടാമതും ഇതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് VP സിംഗിൻ്റെ നേതൃത്വത്തിൽ റിവോൾട്ട് വരും. അപ്പോഴാണ് കോൺഗ്രസിനെ താഴെയിടാൻ പറ്റുക. ഇത് ഈ സമരം എത്തിക്കേണ്ടത് BJPയിൽ നിന്നും കൂടി റിവോൾട്ട് വരുമെന്ന് നോക്കണം. വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഗഡ്കരി മോഡി 2 വശത്താണെന്ന് പറയുന്നു. RSS ഗഡ്കരിയുടെ കൂടെയാണെന്ന് പറയുന്നു. മോഡിയെ മാറ്റി ഗഡ്കരിയെ കൊണ്ടുവരാൻ RSS നോക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഇന്ത്യ മൊത്തം ക്രെഡിബിളായിട്ട് ഇപ്പം അറിയപ്പെടാനുള്ള നേതാക്കന്മാരെന്നത് ഒന്നും എല്ലാ പ്രതിപക്ഷ ഐക്യത്തെ ഇവർ തകർത്തു. ഇവർ മോഡിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ സേവനം കേജ്രിവാളായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാകാനുള്ള ചാൻസ് മുഴുവൻ അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ ഇല്ലാതാക്കി. ബംഗാളിലും അത് തന്നെയാണ് സംഭവിച്ചത്. കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. കാരണം കേരളത്തിൽ അതിന് മുമ്പേ കോൺഗ്രസിൻ്റെ ഒരു കൾച്ചറുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൽ ആ മുന്നണി ഇല്ലാതാക്കാൻ ആദ്യം BJP കടന്നു വരാൻ ശ്രമിക്കണമെങ്കിൽ CPM എങ്ങനെ വേണേൽ തകർക്കാം. അതിനുശേഷം കോൺഗ്രസിൻ്റെ ശിഥിലീകരണം അവരാഗ്രഹിച്ച് നേതാക്കന്മാരെ നമ്മൾ തർക്കം ഇതിപ്പോൾ തന്നെ മോപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇവരിൽ ആരാ നമുക്ക് പറയാൻ പറ്റില്ല. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ സതീശൻ, ആർക്ക് വേണേൽ നാളെ BJPക്ക് പർച്ചേസ് ചെയ്യാവുന്ന അകലത്തിലാണ് അത്യാവശ്യം വന്നാൽ. കാരണം ഇതിനൊക്കെ മമതയുടെ കൂട്ടത്തിലുള്ളവരൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോൾ ആ സ്റ്റൈലിലെ ഓപ്പറേഷൻ ഇവിടെയും കേരളത്തിലും BJP തുടങ്ങും. പക്ഷെ ഇപ്പോൾ മറിച്ച് ഈ പ്രതിപക്ഷ നേതാക്കളുടെയും കോൺഗ്രസിൻ്റെ പല നേതാക്കൾ ഈഗോ എന്ന് പറഞ്ഞാൽ ഞാനാണ് വലിയവൻ. ബംഗാളിൽ ഷീലാ ദീക്ഷിതോ അല്ലെങ്കിൽ ഷീലാ ദീക്ഷിതിൻ്റെ സന്ദീപ് ദീക്ഷിതൊക്കെ പറയുന്നത് ഞങ്ങളാണ് കോൺഗ്രസ് ഡൽഹി, അതുകൊണ്ട് കേജ്രിവാളിന് ഞങ്ങൾ പറഞ്ഞ സീറ്റ് കൊടുക്കാം. ഞങ്ങളുടെ ഷീലാ ദീക്ഷിത്തിനെ പുറത്താക്കിയത്, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് കേജ്രിവാളാണ്, അതുകൊണ്ട് കേജ്രിവാളായിട്ട് കോംപ്രമൈസ് ഇല്ല. അത് തന്നെ കർണാടകത്തിൽ പറയുന്നു. അത് തന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്തും പ്രാദേശിക നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. അവർ ഈഗോയാൽ നയിക്കപ്പെട്ടു. പക്ഷെ ഇന്ന് എല്ലാവരും എന്താ സംഭവിക്കുന്നതെന്നും നിങ്ങൾക്ക് 500-ൽ 400 സീറ്റ് കിട്ടിയാലും മോഡിയുടെ കയ്യിൽ കേന്ദ്രാധികാരം ഇരിക്കാവുന്നുണ്ടെങ്കിൽ ഏത് സമയത്തും ആ അധികാരം നഷ്ടപ്പെടുത്താനുള്ള കഴിവ് മോഡിക്കുണ്ട് എന്നുള്ള ബോധ്യം ആർക്ക് വന്നു? നിങ്ങൾക്ക് എത്ര ഭൂരിപക്ഷം കിട്ടിയിട്ടും കാര്യമില്ല. ഇലക്ഷൻ മെഷീനിലോ എങ്ങനെ വേണേൽ കള്ളത്തരങ്ങൾ കാണിച്ചോ, നേരായ വഴിക്കാണെന്ന് അറിയത്തില്ല, എങ്ങനെയാണെങ്കിലും ഈ കക്ഷികളെ തോൽപ്പിക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഇന്നത്തെ BJPക്കുണ്ട്, മോഡിക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പറഞ്ഞ പോലെ തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ ഈ പറഞ്ഞ പോലെ നല്ല വലിച്ചയച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റുന്നത്. ഒപ്പം ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നു. അവർ തെരുവുകളിൽ കയ്യിൽ വിലങ്ങുമല്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം അവരെ കയ്യിൽ കെട്ടിയിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. അവരെ കെട്ടിയത് അപ്പം അല്ലല്ല, അവിടെ ഈ പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്യുന്നവരെല്ലാവരും 2 സാധനം വെച്ച് കെട്ടുന്നുണ്ട് അവർ. അത് പോലീസ് അതിന് മുമ്പ് തന്നെ ഇവർ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഇത് ഉയർത്തി കാണിച്ചു. അവരതിനകത്ത് ഇത് ജയിലറാണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പം അത്തരത്തിലുള്ള സാധനം നടക്കുന്നു, വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകുന്നു. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കർഷകരും രംഗത്തോട്ട് വരുന്നു. ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും കർഷകർ നേരിട്ട് ഡൽഹിയിലോട്ട് വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് 2019 ഈ പറഞ്ഞ പോലെ രാകേഷ് ടിക്കായത്ത് അടക്കമുള്ള നേതാക്കന്മാരായിരുന്നു പരസ്യമായി രംഗത്ത് വരുന്നതും. അന്ന് ഈ കർഷക സമരത്തിൻ്റെ നേതാവായിരുന്നു രാകേഷ് ടിക്കായത്ത്. ഏറ്റവും മുതിർന്ന നേതാവ് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ സമരം മുമ്പോട്ട് പോയത്. അത് അവസാനം വിജയിക്കുന്നു. ഇപ്പോൾ ഈ കുട്ടികൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും കർഷകർ രംഗത്തിറങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പം അതിനെങ്ങനെ സാറ് കാണുന്നത്? അല്ല, അത്തരൊരു കോമ്പിനേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്നത്തെ രീതിയിൽ മോഡിയെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം മറ്റ് പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ സംഘടനാപരമായി ഭയങ്കര ദൗർബല്യമാണ്. ഇപ്പോൾ NCP പവാർ എവിടെയാണ് നിൽക്കുന്നത് ആർക്കെങ്കിലും അറിയാമോ? മമത ഇന്നലെ ശരത് പവാർ വന്നായിരുന്നു ആ സമരവേദി. ശരത് പവാറിന് കർഷകരുടെ പ്രശ്നം വരുമ്പോൾ കർഷകരിൽ ഇടപെടുമ്പോൾ ശരത് പവാറിന് വരാതിരിക്കാൻ പറ്റിയില്ല. മഹാരാഷ്ട്ര കർഷക സമരത്തിൻ്റെ കേന്ദ്രമായിരുന്നു. ആ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും അന്ന് നടന്ന കർഷക സമരത്തിൻ്റെ മെച്ചം കിട്ടിയത് കോൺഗ്രസിനാണ്. പക്ഷേ ഈ നേതാക്കന്മാർ മണ്ടന്മാർ വിചാരിക്കും ഞങ്ങളെ മുഴുക്കൊണ്ടാന്ന് വിചാരിക്കും. കർഷക സമരത്തിൻ്റെ തീക്ഷ്ണമായ സമരമായിരുന്നു അന്നത്തെ. അതായത് ഭോപ്പാൽ സെക്രട്ടേറിയറ്റ് 10,000-ലധികം ട്രാക്ടറുകളാണ് അവിടെ കൊണ്ടിട്ടിട്ട് പോയി. എന്നാ ചെയ്യും? ഇതെടുത്ത് മാറ്റാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. രാജസ്ഥാനിൽ ഇറക്കുക സമാനമായ സമരം നടന്നു. അപ്പോൾ കർഷകരുടെ തീവ്രമായ സമരം അതാണ് അവിടെ ഏറ്റവും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബിജു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു സമരത്തിൽ പങ്കെടുക്കാനായിട്ട്. എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഉണ്ടായിരുന്നു. ആ സമരത്തിൻ്റെ ഫലം അനുഭവിച്ചത് കോൺഗ്രസ്സാണ്.
ഇലക്ട്രൽ കുറേ വിജയം മധ്യപ്രദേശിലും രാജസ്ഥാനിലും കുറേ കൂടുതൽ സീറ്റുകൾ കിട്ടി. അതിൻ്റെ കാരണം ഇതാണ്. പക്ഷേ ഇതുവരെ അംഗീകരിക്കുകയില്ല. കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ ഇത് അംഗീകരിക്കുകയില്ല. കേരളത്തിൽ ജയിച്ച് ഞങ്ങളുടെ മുടുക്കാന്നമാണ് ഇവന്മാർ നടക്കുന്നത്. ആയിരിക്കും കുറച്ചൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, പക്ഷെ മറിച്ച് അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് പിണറായി വിജയനോടുള്ള വിരോധമായിരുന്നു, ഇവിടുത്തെ സിറ്റുവേഷനോടുള്ള വിരോധമായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ കാണുന്നൊരു മെച്ചം, എല്ലാ കക്ഷികൾക്കും ഒരു കാര്യം ബോധ്യപ്പെട്ടു, തങ്ങൾ എത്ര ഉയർന്ന കൊമ്പിലാണ് ഇരിക്കുന്നെങ്കിലും, എത്ര ബലമുള്ള കൊമ്പിലാണ് ഇരിക്കുകയും അത് വെട്ടി താഴെയിടാൻ ആർക്ക് പറ്റും? മോഡിക്ക് പറ്റും. തെക്കേ ഇന്ത്യ മാത്രമേ പിടിച്ചു നിൽക്കുന്നുള്ളൂ മോഡി. അപ്പോൾ അതുകൂടെ തെക്കേ ഇന്ത്യയും കൂടെ എങ്ങനെയെങ്കിലും വീഴിക്കാനാണ് മോഡി നോക്കുന്നത്. അതിനുള്ള ശ്രമം ഇപ്പോൾ എത്ര പേര് ആര് വേണേൽ ഇപ്പോൾ പോവാം. DMK സ്റ്റാലിൻ ചർച്ച നടത്തിയില്ലേ? പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് സ്റ്റാലിൻ. പിണറായി വിജയനും മോഡിയായിട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ. മോഡി ഒരു വെറുതെ ഉപദ്രവിക്കാൻ പിണറായി പോകില്ല. അപ്പം അത്തരം ചാൻസുകളും സാഹചര്യങ്ങളും മാറി. ഇപ്പോൾ മമതയ്ക്കൂടെ ഇത് വന്നപ്പോൾ മമത ഓപ്പൺ ഇൻവിറ്റേഷനാണ്. അവരുടെ ഇന്നലെ വരെ ഇല്ലാത്ത യോജിപ്പ് വേണമെന്നാണ് അവർ കാപട്ടിയില്ല അവർക്ക്. ഇപ്പോഴും ആ പറച്ചിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സത്യമുണ്ട്, നമുക്കെല്ലാവർക്കും കൂടെ യോജിക്കാം. ഇതുവരെ നമ്മൾ അല്ല, അത് ഈ പറഞ്ഞ പോലെ രണ്ടാമത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് മമതാ ബാനർജിയുടെ ടോപ്പിക്. പക്ഷേ നമ്മളിപ്പം ഈ കർഷകരുടെ കാര്യത്തിലോട്ട് വരുമ്പം ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണെന്നുള്ള സാധനം. കാരണം ഇന്ന് വരെ കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ കോച്ച് ജനതാ പാർട്ടി ബന്ധപ്പെട്ട് യാതൊരുവിധ അനുകൂലമായിട്ടുള്ള നിലപാട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ പറഞ്ഞത് 2013 അന്നാ ഹസാരെയുടെ ഇന്ത്യ അഗൻസ്റ്റ് ടു കറപ്ഷൻ സാധനം വന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ മുതലെടുത്തത് BJP ആണ്. അതുകൊണ്ട് ഇത് BJP RSSും കളിക്കുന്ന ഒരു അവരുടെ പിൻബലത്തോടു കൂടി കളിക്കുന്ന ഒരു സാധനമാണെന്നുള്ള സാധനം മുമ്പോട്ട് വെച്ചിട്ടായിരുന്നു കോൺഗ്രസ് നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ഒരു കോൺഗ്രസ് നേതാക്കന്മാർ വന്നിരുന്നില്ല. പക്ഷെ ഇന്നലെ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വരുന്നു, സമരത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഇത്രയും കാലം അല്ലാണ്ട് BJPയുടെ ഒരു ഐഡിയോളജിയാണ് ഇതിൽ പിന്നിൽ കളിക്കുന്നത്, അല്ലെങ്കിൽ BJPയുടെ നിഗൂഢമായ തന്ത്രങ്ങളാണെന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് പെട്ടെന്ന് ഇപ്പോൾ സമരത്തോട്ട് ഇറങ്ങാനുള്ള ഒരു കാരണം, സമരത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം നിലനിൽപ്പിൻ്റെ സർവൈവൽ. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, മമതയുടെ കാര്യം പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ തന്നെ പറഞ്ഞൊരു വാചകമുണ്ട്, ഇവർക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലായ തിരിച്ചറിയലുണ്ട്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് രംഗത്തേക്ക് വന്നു എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിൻ്റെ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ CPMൻ്റെ ഒരു നേതാവിനെ MAVB അവിടെ അറസ്റ്റ് ചെയ്യുന്നു. കേരളത്തിലെ ഘടകങ്ങൾ മുഴുവൻ വഴി തെരുവിൽ കണ്ടനെ, പ്രകടനമായിട്ട് കണ്ടനെ, പ്രതിഷേധമായിട്ട് കണ്ടനെ. ഇത് കർഷകരുടെ സമരം എന്ന് പറയുന്നത് കോൺഗ്രസിനെയും ശല്യപ്പെടുത്തിയിട്ടുണ്ടോ? അധികാരത്തിൽ നിന്ന് കളഞ്ഞിരിക്കുന്ന മഹേന്ദ്ര സിംഗ് തിക്കായത്തുണ്ട്. ഈ തിക്കായത്തിൻ്റെ സീനിയർ തിക്കായത്തുണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട കർഷക സമരം. നഞ്ചുണ്ടസ്വാമി ഉണ്ടായിരുന്നു, നാരായണസ്വാമി ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ. അപ്പോൾ ഇവരുടെയൊക്കെ ശരത് ജോഷി മഹാരാഷ്ട്രയിലുണ്ടായിരുന്ന കർഷക നേതാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഈ കർഷകരുടെ സമരം കാരണമാണ് കോൺഗ്രസിൻ്റെ അടിത്തറ തകർന്നത് എല്ലാ സ്റ്റേറ്റിലും. അതുകൊണ്ട് ഇവരെ ഒരു അകലത്തിൽ നിർത്തി കാണാനാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ആഗ്രഹിച്ചത്. കർഷകരുടെ സമരത്തിൽ കോൺഗ്രസിന് നഷ്ടം ഉണ്ടായിട്ടുണ്ട് ആദ്യകാലത്ത്. കാരണം അന്ന് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയായിരുന്നു. ഇന്ന് കോൺഗ്രസിനെ ആരും മൈൻഡ് ചെയ്യുന്നു? ഭരണകക്ഷിയായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? സാധാരണ പ്രതിപക്ഷ കക്ഷിക്ക് അപ്പുറത്തേക്ക് ഒരു പ്രാധാന്യം കൊടുക്കാൻ ഇതിന് തയ്യാറില്ല. അത് പ്രാദേശികമായ നേതാക്കന്മാരെ ശക്തിപ്പെടുത്തി കോൺഗ്രസേ ഉള്ളൂ. ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ ശക്തിപ്പെടുത്തിയ നേതാക്കന്മാർ അല്ല. മറിച്ച് കർഷകരുമായിട്ട് യോജിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്, വിദ്യാർത്ഥികളും കർഷകരും യോജിക്കുമ്പോൾ അനുഭവം വരുന്നത്, ആദ്യം ഓർക്കേണ്ടത് 77 ഇന്ദിരാഗാന്ധിക്കെതിരായ കോൺഗ്രസ് വിരുദ്ധ പ്രക്ഷോഭമാണ്. കോൺഗ്രസ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥികളാണ് ആദ്യം മുമ്പിൽ വന്നത്. അവർക്ക് അന്നത്തെ ഒരു നേതാവിനും, മൊറാർജി ദേശായി ഒരു നേതാവിനും വിശ്വാസമില്ല. പക്ഷെ മറിച്ച് അവരാരെ കാണാൻ പോയെന്നറിയോ? തങ്ങളുടെ സമരത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞത് ജയപ്രകാശ് നാരായണൻ്റെ അടുത്താണ് പോയി. ക്രെഡിബിലിറ്റി അത് വലിയ പ്രശ്നമാണ്. ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ക്രെഡിബിലിറ്റി നേടാൻ പറ്റിയെങ്കിൽ മാത്രമേ ഈ സമരം അവരുടെ കോൺഗ്രസിൻ്റെ കെയർ ഓഫ് വിജയിക്കൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാവ് വരണം. അതുവരെ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റും. നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളെ ആകർഷിക്കാനും വിശ്വാസത്തിലെടുക്കാനും പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മോഡിക്ക് ബദലായി, BJPക്ക് ബദലായി ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് മോഡിയെ തൊടാൻ പറ്റൂ. ഇന്ന് വരെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സമരരംഗത്ത് ആരെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ചാപ്പ കുത്തുന്നത് രാജ്യദ്രോഹി, അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ പാകിസ്ഥാനെ സപ്പോർട്ടുള്ള തീവ്രവാദി എന്നുള്ള സാധനം വെച്ചുകൊണ്ട് ഇന്ത്യയിൽ വലിയ തരത്തിലുള്ള സമരങ്ങൾ ഇല്ലാണ്ട് പോയ കുറച്ച് വർഷങ്ങളായിരുന്നു കഴിഞ്ഞ ഒരു 13-12 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ. കാരണം കർഷക സമരം ഒഴികെ അത് ഈ പറഞ്ഞ പോലെ ഖാലിസ്ഥാനി മൂവ്മെൻ്റാണ്. ഖാലിസ്ഥാനികൾ ഫണ്ട് കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ സമരത്തിലോട്ട് വരുന്നത് എന്നുള്ളതും, പഞ്ചാബിനെ അടർത്തി കൊണ്ടുപോകാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർ കളിക്കുന്നത് എന്നുള്ള സാധനം തുടക്കത്തിൽ BJP പറഞ്ഞെങ്കിലും അവസാനം വഴങ്ങേണ്ടി വന്നു BJPക്ക്. അവർ കർഷക സമരം അംഗീകരിക്കുന്നു, അതിൻ്റെ U-turn അടിക്കുന്നു BJP. എന്തായാലും ഇങ്ങോട്ട് വരുമ്പം ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥികൾക്കൊപ്പം വീണ്ടും അന്ന് തുടക്കത്തിൽ പറഞ്ഞത് അമേരിക്കയാണ് ഇതിന് പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും. കാരണം ഈ അഭിജിത് ദീക്ക് എന്ന് പറഞ്ഞ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹമാണ് ഈ കോടതി ജഡ്ജിയുടെ ഭാഗമായിട്ട് ജഡ്ജി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടുത്തെ ഇന്ത്യയിലെ യുവാക്കൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, തിരിഞ്ഞ് നടക്കുകയാണ്,
പാറ്റകളെ പോലെയാണ് അവിടെ ഇവിടെ വെറുതെ നടക്കുന്നു, വെറുതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു, അങ്ങനെ നടക്കുന്ന ആ ഒരു സാധനമാണ് അദ്ദേഹം പറയാണ്ട് പറഞ്ഞത് ഒരു വാദത്തിനിടെ. എന്നിരുന്നാലും സുപ്രീം കോടതി ജഡ്ജിന്റെ, ചീഫ് ജസ്റ്റിസിന്റെ ഒരൊറ്റ വാക്കുകൊണ്ടാണ് CJP കൊക്കോ ജനതാ പാർട്ടി ഉണ്ടായത് തന്നെ. ഒരു പക്ഷെ അദ്ദേഹം അത് അങ്ങനെ വാക്ക് ഉപയോഗിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നൊരു സമരം പോലും ഉണ്ടാവില്ലായിരുന്നു. ചിലപ്പോൾ സംഭവിക്കാം. കാരണം വൈകാരികമായ കാരണങ്ങളിലാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയം പോയിരിക്കുന്നത്. അഞ്ചയ്യ എന്ന് പറഞ്ഞ ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു ആന്ധ്രയിൽ. തെക്കേ ഇന്ത്യയിലെ കോൺഗ്രസിന് തകർച്ചയുടെ തുടക്കം അവിടുന്ന്. രാജീവ് ഗാന്ധി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ, ഇപ്പോൾ VD സതീശൻ അലോഷ്യസിനെ കാണാതെ അതിനേക്കാൾ നിന്ദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് വരെ ഇടിപ്പിക്കത്തക്ക രീതിയിൽ രാജീവ് ഗാന്ധി പെരുമാറി. അപ്പം ആന്ധ്ര പ്രൈഡ് എന്നും പറഞ്ഞാണ് കോൺഗ്രസിന് ബദലായി തെലുങ്ക് ദേശം NT രാമറാവു എന്ന് പറഞ്ഞ സിനിമാറിൻ്റെ പുറകെ ജനം പോയത്. അങ്ങനെയാണ് തെലുങ്ക് ദേശം ഉണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണം രാജീവ് ഗാന്ധി ആന്ധ്രയുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും മോശമായി പെരുമാറിയെന്നുള്ള ആന്ധ്രക്കാരെ അപമാനിച്ചു. അതാണ് മെയിൻ പ്രശ്നമായിട്ട് വന്നത്. അതുപോലെ തന്നെ BJPക്കെതിരായിട്ട് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് BJP കൊണ്ടുവരാൻ നോക്കുന്നത് ഖാലിസ്ഥാനും അല്ലെ പഞ്ചാബിനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ്. പക്ഷേ അങ്ങനെ ഒരു ആരോപണം അവർ വളരെ സൂക്ഷിച്ചാൽ പെരുമാറുന്നത്. ടാക്ട്ഫുള്ളായിട്ട് അവരെ എക്കണോമിക് ഇഷ്യൂസിലോ കർഷകരുടെ പ്രശ്നങ്ങളിലോ ഇവരെ കൊടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ BJP തകർക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ BJPക്കെതിരായിട്ട് അഴിമതി എന്ന് പറഞ്ഞാൽ പൂർണ്ണ അഴിമതി. അദാനി എങ്ങനെയാണ് കാശുണ്ടാക്കുന്നതിന് മാത്രം അന്വേഷിച്ചാൽ മതി, അതായത് ഗഡ്കരിയുടെ കാര്യം അന്വേഷിച്ചാൽ മതി. പക്ഷേ മോഡിയെ പിൻപോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് BJP ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഇനി കർഷകരുടെ സമരം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് സമരം ചെയ്യുന്ന ഒരു വിഭാഗമുള്ളൂ. ഇന്ത്യയിലെ യൂത്ത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത് SFIയുടെ നിയന്ത്രണത്തിലായിപ്പോയി. ഏറ്റവും വലിയ തട്ടിപ്പിൻ്റെ ആശാന്മാരാണ്. ഇവിടെ PSC ടെസ്റ്റ് കള്ളത്തരങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കും. നീറ്റിനെതിരായിട്ട് സമരം ചെയ്യാൻ പോയി എങ്ങനെ ഇരിക്കും? അവിടുത്തെ പരീക്ഷ നന്നായിട്ട് നടത്തുന്ന പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇവിടെ മുഴുവൻ കള്ളത്തരം. ഇവിടെ വെറും അറ്റൻഡർമാരുടെ ജോലിക്ക് വരെ കണ്ടെത്തൽ, ഇങ്ങനെ ബിവറേഴ്സിൻ്റെ ഒക്കെ അറ്റൻഡർമാരുടെ ജോലിക്ക് വരെ കള്ളത്തരം നടത്തുക. ഇവർക്ക് എങ്ങനെ മോഡിയുടെ കള്ളത്തരത്തിന് സമരം ചെയ്യാൻ പറ്റും? അവിടെ ആ സമരം ചെയ്യുന്നതിനൊരു ധാർമ്മികത, അത് ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ മൂല്യമായിരുന്നു. ജയപ്രകാശ് നാരായണ ആ ധാർമ്മികത ഉണ്ടായിരുന്നു. അണ്ണാ ഹസാരേക്ക് ആ ധാർമ്മികത ഉണ്ടായിരുന്നു. ആ ധാർമ്മികതയുടെ ബലത്തിലാണ് ആ പ്രസ്ഥാനങ്ങൾ വളർന്നത്. ഇന്ന് പക്ഷേ അങ്ങനെ ഒരു ലീഡർഷിപ്പിലേക്ക് ഈ സമരത്തിൻ്റെ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൻ്റെ ലീഡർഷിപ്പ് തൽക്കാലമെങ്കിലും മാറിയാൽ ഒത്തിരി വ്യത്യാസമുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം ഈ സമരം എന്താവുന്നുള്ളതും. കോൺഗ്രസ് കൂടി സമരം ഏറ്റെടുത്തോടുകൂടി സമരം കലുഷിതമാവുന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. പക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള വലിയ ചോദ്യത്തിന് മുമ്പിൽ എന്തായാലും കിടക്കുന്നുണ്ട്. രാജിവെച്ചപ്പോൾ തീർന്നില്ലേ സമരം? അതെ, അപ്പം എന്താ പറയുക, അതിന് വഴങ്ങുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും സമരം ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള തിരിച്ചടിയാവാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ BJPക്ക് തന്നെ വരും. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ UP ഇലക്ഷൻ വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും അത് BJPയെ തളർത്തും എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ BJP എങ്ങനെ UP പിടിച്ച് കീഴടക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. അതുകൊണ്ട് സമരം എത്രയും പെട്ടെന്ന് പിൻവലിപ്പിക്കുക എന്നുള്ള സാധനം, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുക എന്നുള്ള സാധനം BJP സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രധാന ഒരു ആവശ്യം തന്നെയാണ്. ആവശ്യമായിട്ട് മാറും. എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം ഇത് എങ്ങനെ പോകുന്നുള്ളത്.